രാഹുൽ വിഷയം അത് വലിയ രീതിയിൽ ബി.ജെ.പി എല്ലാം ചർച്ച ചെയ്താണ്, പ്രതിഷേധങ്ങളെല്ലാം നടത്തിയത്. പക്ഷെ അറിയാൻ കഴിഞ്ഞത് കോൺഗ്രസ്സുകാർക്ക് ഇവനെ എടുത്താൽ കൊള്ളാം, രാഹുലിനെ എടുത്താൽ കൊള്ളാം എന്നുള്ള രീതിയിലെ കുറച്ച് വാർത്തകളും വരുന്നുണ്ട്. അതിന്റെ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. നമ്മുടെ അതിജീവിതയുടെ ഭർത്താവിനെ ബി.ജെ.പിക്കാരങ്ങ് പുറത്താക്കി കഴിഞ്ഞു. അവൻ ഈ അടുത്ത പ്രസ് മീറ്റിലും പറഞ്ഞിട്ടുള്ള എന്റെ പാർട്ടിക്കാരനെ സഹായിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ കുറെ സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മളത് വീഡിയോക്ക് അത് കണ്ടു കാണും. നിങ്ങളെല്ലാവരും ഞാൻ വെച്ച വീഡിയോക്കകത്തൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ബി.ജെ.പി അവനെ സഹായിക്കുന്നില്ല? പാലക്കാട് ബി.ജെ.പി അറിയാൻ കഴിഞ്ഞ എന്താന്ന് വെച്ചാൽ ഇപ്പം രാഹുലിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, രാഹുലിനെ പോലെ ഒരാൾക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുല്ല് പോലെ അവർക്ക് ജയിക്കാൻ പറ്റും. ബി.ജെ.പിക്കാർ ആ പരിപാടി ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ അവരുടെ അടുത്ത ഓപ്ഷനാണ് ഉണ്ണിമൂന്തനാണ് അവരുടെ ഓപ്ഷൻ. അതുകൊണ്ട് ബി.ജെ.പിക്കാർ നല്ല രീതിയിലാണ് എന്റെ പൊന്നെ അവൻ പോകത്തില്ലെന്ന് 100% ഉറപ്പാണ്. പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഇതായിട്ട് മത്സരിക്കാൻ പോകുന്നത് ജയഘോഷാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പം അറിയാൻ കഴിഞ്ഞത് കോൺഗ്രസ്സുകാർക്ക് ഇവനെ എടുത്താൽ കൊള്ളാം, രാഹുലിനെ എടുത്താൽ കൊള്ളാം എന്നുള്ള രീതിയിലെ കുറച്ച് വാർത്തകളും വരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥയും കറക്റ്റ് കാര്യങ്ങൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് രാത്രി തന്നെ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഞാൻ 2 വീഡിയോ തരാം, നിങ്ങളൊന്ന് കാണും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് പറയണം. പിന്നെ അതുപോലെ തന്നെ രാഹുൽ ഇലക്ഷനിൽ നിന്ന് പാലക്കാട് എന്ന് ജയിക്കും എന്നുള്ള ഉറപ്പുള്ളവരൊന്ന് ലൈക്ക് ഇടുക. പിന്നെ അതുപോലെ തന്നെ രാഹുലിനെ വെച്ച് മുതലാക്കാൻ നടക്കുന്ന ഒരുപാട് ആൾക്കാർ അവർക്ക് വേണ്ടി ജനങ്ങൾ സംസാരിക്കണം. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാഹുൽ ജയിക്കുന്ന ഉറപ്പുള്ളവർ ലൈക്ക് ഇടുക, തോക്കുന്ന ഉറപ്പുള്ളവർ കമന്റ് ഇടുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തു. എന്തായാലും ജയിക്കുന്നവർ ഉറപ്പുള്ളവർ ധൈര്യമായിട്ട് ഇട്ടോ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം. ഇവന്മാർ മുന്നിൽ നിന്നാൽ കോൺഗ്രസ് ഇത്തവണ രക്ഷപ്പെടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പരാതിക്കാരിയുടെ ഭർത്താവ് എന്ന് പറയുന്നയാളെ ഇന്നലെ ബി.ജെ.പി പുറത്താക്കി എന്ന വാർത്ത വരുമ്പോഴാണ് ഇയാൾ ഒരു ബി.ജെ.പി നേതാവായിരുന്നു, ബി.ജെ.പിയും ഈ നാടകത്തിന് പിന്നിലുണ്ട് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. യുവതിയുടെ ഭർത്താവ് പാലക്കാട്ടെ ഒരു യുവമോർച്ച നേതാവാണ്. വി.ഡി. സതീശനും ഇടതുപക്ഷവുമാണ് രാഹുലിനെ വേട്ടയാടുന്നത് എന്നാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും കരുതിയിരുന്നത്. എന്നാൽ യുവതിയുടെ ഭർത്താവും രംഗത്തിറങ്ങിയതോടെയാണ് ഇത് സംഘം ചേർന്നുള്ള സംഘടിത ആക്രമണമാണ്, പ്ലാൻഡ് പദ്ധതിയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇതോടെ പാലക്കാട്ട് ബി.ജെ.പി ജയിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന പല പഞ്ചായത്തുകളിലും കനത്ത പരാജയം അവർക്ക് നേരിടേണ്ടി വന്നു. പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയും പ്രാദേശിക നേതൃത്വവും ഇയാളെ എത്രയും വേഗം പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇയാളെ യുവമോർച്ച നേതാവിന്റെ സ്ഥാനത്ത് നിന്നും പാർട്ടി നീക്കം ചെയ്തത്. രാഹുലിനെതിരെ ഇത്തരം ക്ഷുദ്രപ്രവർത്തനങ്ങളുമായി പോയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളമൊട്ടാകെ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന തിരിച്ചറിവിലാണ് രാഹുലിനെതിരെയുള്ള പണികൾ അവസാനിപ്പിക്കുവാൻ ബി.ജെ.പി നേതൃത്വം പരാതിക്കാരിയുടെ ഭർത്താവിന് അന്ത്യശാസനം നൽകിയത്. ബി.ജെ.പി നേതൃത്വം പോലും കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റിതിരുത്തി. എന്നാൽ കോൺഗ്രസ് നേതൃത്വമാകട്ടെ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. രാഹുലിന് പകരമെടുത്ത ആ പുളുന്താന്മാരെ കാണാനില്ലെന്ന് ജനങ്ങൾ പോസ്റ്റർ പോലും ഒട്ടിച്ചു കഴിഞ്ഞു. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവന്മാരെ സ്ഥാനാർത്ഥികളാക്കുവാൻ കേക്കച്ചനും സംഘവും കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ ജനങ്ങൾ പറയുന്നത് ഈ 4 കോൺഗ്രസിന്റെ ശാപം. ഇവന്മാർ മുന്നിൽ നിന്ന് നയിച്ചാൽ വരുന്ന തവണ കോൺഗ്രസ് കനത്ത പരാജയം ഏറ്റുവാങ്ങും എന്നാണ്. ഇത് പറയുന്നത് മറ്റാരുമല്ല, പതിറ്റാണ്ടുകളായി കോൺഗ്രസ് അനുഭാവികൾ തന്നെയാണ്. മിഷൻ 250യുടെ കോൺഗ്രസ്സുകാരുടെ കാര്യം പറഞ്ഞതില്ല, എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവരുടെ നിലപാടും കാര്യങ്ങളൊക്കെ പക്കയാണ്. പക്ഷേ ഈ രാഹുലിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഓരോ തെളിവുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഓക്കെ, കാരണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഇനിയൊന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ എതിർ പാർട്ടിക്കാർക്കും വേറെ ഓപ്ഷൻ ഇല്ല, അവരതേ നോക്കത്തുള്ളൂ. അവർ ചെയ്യുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഷാഫി പറമ്പിൽ. ഷാഫി പിന്നെ അവസാനം എന്ത് ചെയ്യാനാ, പത്തി മടക്കേണ്ട അവസ്ഥ വന്നില്ലേ? ചിലപ്പോൾ പാർട്ടിയുടെ തീരുമാനം കൊണ്ടുള്ള സാഹചര്യം കൊണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഇനി നമ്മൾ ചർച്ച ചെയ്തിട്ടോ വല്ല കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും രാഹുൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ കോൺഗ്രസിലോട്ട് എടുക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വി.ഡി. സതീശൻ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. മറ്റുള്ളവർ അതിനു വേണ്ടി, കാരണം രാഹുൽ ഇന്ന പുഷ്പം പോലെ ജയിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ യുവതിയുടെ ഭർത്താവ് വന്നിട്ട് ഈ പറഞ്ഞ രാഹുലിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ രാഹുലിന് മൈലേജ് കൂടിക്കൊണ്ടിരിക്കുക. രാഹുലിന് മൈലേജ് കൂടുമ്പോൾ അവിടെ ബി.ജെ.പിക്ക് ചാൻസ് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ യുവതിയുടെ ഭർത്താവിനെ സ്ഥാനത്തിൽ നിന്ന് മാറ്റി വരെ ചെയ്തവർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ബി.ജെ.പി ഇവിടെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അവരുടെ അടുത്ത ലക്ഷ്യം പാലക്കാട്, ഒന്നെങ്കിൽ രാഹുലിനെ നിർത്തുക. എങ്ങനെയായാലും എനിക്ക് തോന്നുന്നു ഉണ്ണിമൂന്നിനേക്കാളും തട്ട് രാഹുലിന് തന്നെ ആയിരിക്കും. ആ രീതിയിലാണ് ഇപ്പൊ കഥകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഗ്രസ് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, നമുക്ക് നോക്കാം എവിടം വരെ പോകുന്നത്. ഇനി അടുത്തത് നമ്മുടെ ബി.ജെ.പി നേതാവ് പഴയ ഉപ്പാപ്പൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. രാഹുൽ വിഷയം അത് വലിയ രീതിയിൽ ബി.ജെ.പി എല്ലാം ചർച്ച ചെയ്താണ്, പ്രതിഷേധങ്ങളെല്ലാം നടത്തിയത്. പക്ഷേ ഇതൊന്നും ജനങ്ങൾ ചർച്ച ചെയ്യുകയില്ല. ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇത്തവണയും പാലക്കാട് കൂടെ നിൽക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ്
നല്ല സ്ഥാനാർത്ഥികളെ നിർത്തട്ടെ. അവരെ സ്ഥാനാർത്ഥി വരട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും വരും. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പാലക്കാട് പിടിക്കുന്ന സ്ഥാനാർത്ഥി തന്നെ വരും. ഈ രാഹുൽ വിഷയം ചർച്ചയാവുമെന്ന് കരുതുന്നുണ്ടോ? രാഹുൽ വിജയം ഞങ്ങൾക്കിപ്പോൾ അതല്ല പണി. ആ രാഹുലല്ല, രാഹുൽ ഗാന്ധി നിന്നാലും സോണിയാഗാന്ധി നിന്നാലും പ്രിയങ്ക ഗാന്ധി നിന്നാലും പ്രിയങ്ക മേനക ലംബ തിലോത്തമ വന്ന് നഗ്ന നൃത്തം ചെയ്താലും കോൺഗ്രസിനെ തോൽപ്പിക്കുക, അത് ഞങ്ങൾ നടപ്പാക്കും. അതിനു വേണ്ടി ഉറപ്പുണ്ടോ അപ്പൂപ്പ? രാഹുൽ ഗാന്ധിയോ അവരിവിടെയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ആദ്യം വോട്ട് കുത്താൻ പോകുന്നത്. വെല്ലുവിളിയാവാം. പക്ഷേ വെല്ലുവിളിക്കുമ്പോൾ അത് എങ്ങോട്ടാണെന്നും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും. ആദ്യം അസംബ്ലി ഇലക്ഷൻ ഒരു സീറ്റ് പിടിക്കാൻ നിങ്ങളുടെ പാർട്ടിക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യാൻ നോക്കുക. അതാണ് ആദ്യം വേണ്ടത്. അടുത്ത വരുന്ന MLA ഇലക്ഷന് നിങ്ങളുടെ പാർട്ടി ഒരു സീറ്റ് പിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആദ്യം അത് പിടിക്കാൻ നോക്കുക, എന്നിട്ട് കിടന്ന് സംസാരിക്കാൻ നോക്കുക. അല്ലാതെ ഇപ്പൊ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് അത് പഞ്ചായത്ത് വ്യക്തിപരമായിട്ട് ചിലപ്പോൾ ഇച്ചിരി വോട്ട് കയറിയിരിക്കും. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇന്നലെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ഇവിടെ കൂടുതൽ ജയിച്ചെങ്കിലും അടുത്ത ഇലക്ഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല. വ്യക്തികളെ നോക്കിയാണ് ഇപ്പോഴത്തെ ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത്. അതുകൂടെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നിങ്ങളുടെ ഈ BJPയുടെ തള്ളു നിർത്താമെങ്കിൽ പാതി പ്രശ്നം തീരും. ഈ തള്ളിയാണ് അവസാനം ഒരു മൂക്കുപൊടി പോലും ഇല്ലാത്ത അവസ്ഥയായി വരുന്നത്. പ്രവർത്തിക്കും. ഇവിടെ സെലിബ്രിറ്റി താരങ്ങളെയൊക്കെ നടൻ ഉണ്ണിമുകുന്ദനെ പോലുള്ള ആളുകളെ പരിഗണിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. എനിക്കറിയാത്ത കാര്യം ഞാൻ പറയാം. രാജീവ് ജിയോട് തന്നെ ചോദിക്കണം. ഞങ്ങളുടെ ഇലക്ഷൻ സംവിധാനം, സ്ഥാനാർത്ഥി സംവിധാനം ഒന്നും പത്രക്കാർക്കറിയാം. ഉണ്ണിമുകുന്ദന്റെ കാര്യം സംസാരിച്ചു കേട്ടില്ല. ഉണ്ണിമുകുന്ദൻ വരുവാണെങ്കിൽ ആര് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും? അതുകൂടെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പത്രത്തിൽ എന്തെങ്കിലും വാർത്ത ചെയ്താൽ അതൊന്നും സത്യസന്ധമല്ല എന്ന് വരും. ഇന്നിപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ ആയിരുന്ന പ്രമീള ശശിധരൻ ഇന്ന് റിപ്പോർട്ടർ ടിവിയിലൂടെ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കാൻ തയ്യാറാണ്. തനിക്ക് RSSന്റെയും BJP പ്രവർത്തകരുടെ എല്ലാം പിന്തുണയുണ്ട്. അങ്ങനെ മത്സരിക്കാൻ വരികയാണെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നത്. പിന്നെ പ്രമീള ശശിധരൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞ് പാർട്ടി പറഞ്ഞാൽ നിൽക്കുമെന്ന് അവരെ വിജയിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്യും. പാർട്ടി എന്ത് തീരുമാനിച്ച സ്ഥാനാർത്ഥി വരുന്നോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കലാണ് എൻ്റെയൊക്കെ പണി. ജീവിതകാലം മുഴുവൻ, ഇനിയുള്ള ശിഷ്ടകാലം മുഴുവൻ പാർട്ടിക്ക് എതിരായി ജീവിതത്തിൽ നിൽക്കുന്നത്, ഒരു സീറ്റിന് വേണ്ടി, ഒരു മേക്കിന് വേണ്ടി നിൽക്കുന്നത് എന്നെ കിട്ടില്ല. ഞാൻ അധ്വാനിച്ച ആളാണ്. പാർട്ടിക്ക് 1980 ഏപ്രിൽ മാസം 6-ാം തീയതി BJPയുടെ സ്ഥാപക സമ്മേളനം ഡൽഹിയിൽ നടക്കുമ്പോൾ KG മാരാരിൻ്റെയും രാജഗോപാലാചാരിയും കൂടെ പോയി അടൽജി, ലാൽകൃഷ്ണ അദ്വാനി, ഗോളിയോർ രാജമാത വിജയരാജ സിന്ധ്യയും അടൽജിക്ക് പതാക കൈമാറും, BJPയുടെ പതാക കൈമാറുമ്പോൾ, ചിഹ്നം കൈമാറുമ്പോൾ ആ സ്റ്റേജിൽ ഇരുന്ന ആളാണ്. എനിക്ക് BJP അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. BJP ജയിക്കും. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഓടുന്ന ചില ചാനലുകളുണ്ട്. അവർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ നാളെ പണി നടത്തിക്കൊണ്ടേയിരിക്കും. പ്രശാന്ത് ശിവനെ BJP പാലക്കാട് പരിഗണിക്കുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ കീഴിക്കൂടെ പണി തരുന്നതാണ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കീഴിക്കൂടെ നിന്ന് പണി തരും നിങ്ങൾ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് പാലക്കാട് ഈ വട്ടം പിടിച്ചെടുക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ പിടിച്ചെടുക്കുക. നമുക്ക് നോക്കാം പാലക്കാട് നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാന്നൊന്ന് മനസ്സിലാക്കി കഴിയട്ടെ. അപ്പോൾ നമുക്കറിയാം. പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജയഘോഷിന്റെ പേര് പറയുന്നുണ്ട്. ജയഘോഷ് നിന്നാലും പുള്ളിക്ക് കുറച്ച് പേര് മാത്രമേ കിട്ടും. പക്ഷേ ജയിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ മത്സരിക്കുന്ന കോൺഗ്രസ്സുകാരൻ എന്നുള്ള ഒരു പേര് മാത്രമേ കിട്ടത്തുള്ളൂ ആ യൂത്തുകാരൻ. അങ്ങനെ പറയും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലതാണ്. അവനൊരു ഇമേജ് കിട്ടട്ടെ. അവിടെ പോയി സന്ദീപ് വാര്യരും തോറ്റു. കഴിവുള്ള നേതാക്കന്മാർ ആരും അവിടെ പോയി നിൽക്കരുത്. കാരണം രാഹുലുമായിട്ടാണ് കളി കളിക്കാൻ പോകുന്നത് ആണ്. കമ്മ്യൂണിസ്റ്റ് പിന്നെ ഈ ഒരു ഫ്രെയിമിലേ ഇല്ല. അത് പിന്നെ കൂട്ടിയിട്ട് കാര്യമില്ല. അവർ 8 നില പൊട്ടിപ്പോകുന്ന ഒരു സ്ഥലമാണത്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം. എന്നൊരു ആവശ്യം വരുന്നുണ്ട്. കാരണം യുവാവാണ്, ജില്ലാ അധ്യക്ഷനാണ്. ആ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാൾ മത്സരിച്ചാൽ, നേരിട്ട് ഇറങ്ങി മത്സരിച്ചാൽ കഴിഞ്ഞ തവണ എല്ലാം നഷ്ടപ്പെട്ടുള്ള ആ സീറ്റ് എന്തായാലും കിട്ടുമെന്നൊരു പ്രതീക്ഷ പല നേതാക്കളും പങ്കുവെക്കുന്നുണ്ട്. ശരിയുണ്ടോ? ആ നേതാക്കളുടെ പ്രതീക്ഷ തന്നെ എൻ്റെ ഇത് കോപ്പ് കിട്ടും. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം കോപ്പ് കിട്ടും. കൂടുതൽ ഇതിനൊരു മറുപടിയായിട്ട് ഞാൻ വരുന്നില്ല. ഒരു അക്ഷരം കൂടുതലും പറയുന്നില്ല. കാരണം അത്രയും ഞാൻ പറയുന്നത് കോപ്പ് കിട്ടും. പല നേതാക്കളും, നിങ്ങൾ ഏത് നേതാവ് പറഞ്ഞാലും ഞങ്ങളൊക്കെ ഒരുമിച്ച് അവസാനം എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കും. ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ഞങ്ങൾ പാലക്കാട്ടെ BJPക്കകത്ത് ഇപ്പോഴും ഈ തമ്മിലടിയും വിഭാഗിതയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും തമ്മിലടിച്ചത്? ആരെങ്കിലും തമ്മിലടിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും തമ്മിലടിച്ചിട്ടുണ്ടോ? ഒരാളെ പറയൂ. പറയുന്നത് ഈ സീറ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നടത്തുന്നത് ജനാധിപത്യ പാർട്ടിയാണ്. CPM പോലെ കേരള പാർട്ടി എന്ന് പറയുന്നത് ജനാധിപത്യം ഇല്ലാത്ത പാർട്ടിയില്ല. ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയിൽ ചർച്ച വരും. അത് തമ്മിലടിയാണ്. നിങ്ങൾ പത്രക്കാരുടെ സംഘടന 50 പേരോ 100 പേരുണ്ട്. ഇവരൊരു സ്ഥാനത്തിന് വേണ്ടി തമ്മിലടിക്കുന്നില്ലേ? അടിച്ചില്ലേ? പത്രക്കാർ എത്ര എനിക്കറിയാം. പാലക്കാട് പത്രപ്രവർത്തക സംഘത്തെക്കുറിച്ച് എല്ലാത്തിനും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതിന് തമ്മിലടിയെന്ന് വിചാരിക്കുമോ? ഇപ്പോൾ രാത്രിയാണ് പറഞ്ഞത്. രാത്രി എന്ന് പറയുന്നത് ഞങ്ങൾക്കില്ല. ഞങ്ങൾ അതിൽ ചർച്ച ചെയ്യും.
എല്ലാവരും ചർച്ച ചെയ്യും. ടോപ്പ് ടു ബോട്ടം ചർച്ച ചെയ്യും. താഴെ കിടന്നുള്ള പ്രവർത്തകർ മുതൽ പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ സംഘടനാ രീതികൾ നിൽക്കുന്ന ഒരാൾ അറിയില്ല. പാലക്കാട് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അവരുടെ DCC അധ്യക്ഷനായിട്ടുള്ള എ തങ്കപ്പനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ വിജയിക്കാൻ കഴിയുന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അതുപോലെ തന്നെ KS ജയഘോഷ് യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ജയഘോഷിനൊക്കെ പേരുകൾ അവർ പരിഗണിക്കുന്നുണ്ട്. കോൺഗ്രസ് ജയഘോഷോ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ KD സതീശനോ രാഹുൽ മാങ്കുട്ടോ ഷാഫി പറമ്പിൽ ശ്രീകണ്ഠനോ ആര് വേണമെങ്കിൽ മത്സരിച്ചോട്ടെ, ഞങ്ങൾക്കൊരു ചിഹ്നമുണ്ട്. ആ ചിഹ്നത്തിനുള്ള വോട്ട പാലക്കാട്ട് ജനത BJPയുടെ കൂടെയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ല അടിത്തറയുണ്ട്. എന്നിട്ടും മുനിസിപ്പാലിറ്റി 3 സീറ്റ് നഷ്ടപ്പെടില്ല. അതുണ്ടാവുന്നേ, അതൊക്കെ ഉണ്ടാവും. രാഷ്ട്രീയത്തിൽ തോൽവിയും ജയമൊക്കെ ഉണ്ടാവും. അത് ഒരിക്കൽ ജയിച്ചാൽ പിന്നെ തോൽക്കും, പിന്നെ തോറ്റാൽ പിന്നെ ജയിക്കും. എനിക്ക് എന്തായാലും ചിരിയാ വരുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് പറയാം. പിന്നെ മൈക്കിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. നമ്മുടെ അമ്പലത്തിന്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയൊരു പോരായ്മയായിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും വിചാരിക്കുകയൊന്നും ചെയ്യരുത്. ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും, ഒന്ന് ക്ഷമിച്ചേക്കുക. ഈ അപ്പാപ്പം പറയുന്നത് കേട്ടില്ലേ, അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം DCC പ്രസിഡന്റ് ചിലപ്പോൾ മത്സരിക്കും എന്നുള്ള രീതിയിലാണ്. അയാൾ നിന്ന് 8 നില പൊട്ടിപ്പോകും കോൺഗ്രസിന്റെ, അത് ഉറപ്പാണ്. അപ്പൊ അതിനേക്കാൾ നല്ല യൂത്തുകാർ മത്സരിക്കുമ്പോൾ യൂത്തിനെ തന്നെ നിറക്കണം. അവിടെ കൊണ്ട് അപ്പപ്പാനെ നിർത്തിയാൽ ആൾക്കാർക്ക് ഒരു ഇതില്ല, ആൾക്കാർ വോട്ട് കൊടുക്കത്തില്ല. 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് റിസൾട്ട് വരുമ്പോഴും നമുക്കൊന്ന് കാണണം. പാലക്കാട് 15 വോട്ടെങ്കിൽ 15 വോട്ടിനും അവിടെ രാഹുൽ നിൽക്കുവാണെങ്കിൽ രാഹുൽ ജയിക്കും, ഉറപ്പാണ്. 15 വോട്ടെങ്കിൽ 15 വോട്ട് മതി. ഒരു വോട്ടിനാണെങ്കിൽ വിജയം തന്നെ. 15 വോട്ടിനാണെങ്കിൽ രാഹുൽ ജയിച്ചാൽ ജയിക്കും. അടുത്ത വട്ടം ഭൂരിപക്ഷത്തോടെ അയാൾ ജയിക്കുകയും ചെയ്യും. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കറക്റ്റ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുറെ കളികൾ നടക്കുന്നുണ്ട്. ആ ചെറുക്കനുണ്ടല്ലോ, ആ പെണ്ണിന്റെ ഹസ്ബൻഡ്, അവനെ BJP പുറത്താക്കുകയൊക്കെ ചെയ്ത് രാഹുൽ മൈലേജ് ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ മറ്റേ ഇവിടെ നാടകം കളിക്കുന്ന മൊത്തം അവന്മാരും കൂടാ. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാമല്ലോ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ രാഹുൽ VD സതീശന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടായിട്ട് അവന്മാർ തടിയപ്പാൻ നോക്കും. ഓക്കെ, എന്തായാലും നമുക്കിനി കണ്ടറിയാം എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.